ഒരു വീട് വാങ്ങണോ അത് റെൻറ്റിന് എടുക്കണോ? പൊതുവെ എല്ലാവരും ചോദിക്കുന്ന യൂട്യൂബിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണിത്. നമ്മൾ ഇന്നതിനെ ലോജിക്കലായി മാത്തമാറ്റിക്കലായി മനസ്സിലാക്കാൻ പോവുകയാണ്. ഇമോഷണലി പറയുകയാണെങ്കിൽ എല്ലാവർക്കും വീട് വേണം, അത് നമ്മളെ നന്നായി ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മലയാളികൾ എന്നുള്ള നിലക്ക് നമുക്ക് വീടിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ആണ്. ഇനി നമുക്കിതിൻ്റെ റിയാലിറ്റിയിലേക്കൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ കോഴിക്കോട്, തൃശ്ശൂർ, കൊച്ചി ഈ 3 സിറ്റികളിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീട്, ഒരു വില്ല നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ 60 to 70 lakhs നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ നമ്മളൊരു 60 lakhs ലോൺ ഇട്ടു എന്ന് കരുതിക്കോളൂ. ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിൽ തന്നെ നമുക്ക് ലോൺ കിട്ടി. എന്നാലും നമുക്ക് ഒരു മന്ത്ലി വരുന്ന EMI എന്ന് പറയുന്നത് ഒരു 40,000 rupees ആയിരിക്കും. അപ്പോൾ നമ്മൾ 40,000 rupees മന്ത്ലി EMI ആയിട്ട് അടയ്ക്കുന്നു. ഒരു 5 to 6 lakh 10 lakh നമ്മൾ ഇനീഷ്യലി ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കുന്നു. ഇതിൻ്റെ കൂടെ പ്രോപ്പർട്ടി ടാക്സ് വരുന്നുണ്ട്, മെയിൻ്റനൻസ് വരുന്നുണ്ട്, അതുപോലെ റീപെയിൻറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരുന്നുണ്ട്. ഇത്തരം എല്ലാ ചിലവുകളും പിന്നെ എന്തെങ്കിലും ഇമോഷണൽ എക്സ്പെൻസസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതിനെ കൂടുതൽ ഡെക്കോർ ചെയ്യാനായിട്ട്, പുതിയ ട്രെൻഡ് മാറുന്നതനുസരിച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇതെല്ലാം നമ്മൾ ചെയ്യും. ഇത്തരത്തിൽ ഇതൊക്കെയാണ് ഒരു വീടിനെ സംബന്ധിച്ചുള്ള, നമ്മൾ ഓൺ ചെയ്യുന്ന ഒരു വീടിനെ സംബന്ധിച്ചുള്ള നമ്മുടെ എക്സ്പെൻസസ് വരുന്നത്. ഇനി 20 വർഷത്തേക്ക് നമ്മൾ EMI ഇട്ടു. 20 വർഷത്തിന് ശേഷം ഈ വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം, കോൺക്രീറ്റ് വാല്യൂ ഡിക്രീസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വീടിൻ്റെ കോൺക്രീറ്റ് വാല്യൂ ഡിക്രീസ് ചെയ്യുന്നുണ്ടാവും. ഇനി ചിലർ പറയും എൻ്റെ മക്കൾക്ക് കൂടി വേണ്ടിയിട്ടാണെന്ന് പറയും. അങ്ങനെയാണെങ്കിലും കാര്യമില്ല. കാരണം 20 വർഷങ്ങൾക്ക് ശേഷമുള്ള വീട് അല്ലെങ്കിൽ വീടെന്ന കോൺസെപ്റ്റ് തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. 20 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ പണിത വീടിൽ താമസിക്കാൻ തയ്യാറാകുന്ന, അല്ലെങ്കിൽ ഈ വീട് അതുതന്നെ സസ്റ്റെയിൻ ചെയ്യാൻ തയ്യാറാകുന്ന മക്കൾ വളരെ കുറവായിരിക്കും. കാരണം അന്ന് ഈ വീടിൻ്റെ ട്രെൻഡ് എല്ലാം മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ നമ്മൾക്ക് ചുറ്റും 10 വർഷമായ വീടുകൾ തന്നെ പുതിയ സ്റ്റൈലിലേക്ക് ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞിട്ട് പുതിയത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു നല്ല ഓപ്ഷനാണെന്ന് തോന്നുന്നില്ല. ഇനി നമ്മൾ മറ്റൊരു കേസ് നോക്കാം. നമ്മൾ ഈ 40,000 rupees EMI അടയ്ക്കുന്നില്ല. ഇനി നമ്മൾ 12,000 രൂപയ്ക്ക് ഒരു വില്ല റെൻറ്റിന് എടുത്തു എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഈ 40,000 rupees നമുക്ക് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ലോൺ എടുത്ത് 40,000 EMI അടയ്ക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ 12,000 കഴിഞ്ഞാൽ ബാക്കി 28,000 rupees അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ 28,000 rupees 12% ആനുവൽ റിട്ടേൺ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ നിക്ഷേപിച്ചാൽ അയാൾക്ക് ഈ പറഞ്ഞ 20 yearsന് ശേഷം, പ്രത്യേകിച്ച് നമ്മളൊക്കെ ചെറുപ്പക്കാരാണെങ്കിൽ ഈ 20 yearsന് ശേഷം അയാളുടെ സ്വത്ത് 2.7 CR ആയിട്ടുണ്ടാവും. അയാൾ ആകെ 67 lakhs ഒക്കെയാണ് അയാൾ ആകെ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളൂ. പക്ഷേ കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റിൽ ഈ 20 years കൊണ്ട് അയാൾക്കൊരു 2.25 കോടി രൂപയുടെ സ്വത്ത് ബിൽഡായിട്ടുണ്ടാവും. വളരെ സിമ്പിളായി ആ സമയത്തുള്ള ഏറ്റവും നല്ലൊരു വീട് നമുക്ക് വാങ്ങാൻ കഴിയും. ഇനി ഇതിനോട് ചേർത്ത് നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വീട് എപ്പോഴും ഒരു നല്ല ഓപ്ഷനല്ലേ, റിയൽ എസ്റ്റേറ്റും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ബൂം ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. തന്നെയുമല്ല, ഇവിടെ ഈ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ലാൻഡ് പ്രൈസ് ഓൾറെഡി ഇൻഫ്ലേറ്റഡ് ആണ്. മിക്കയിടത്തും സ്ഥലത്തിന് വലിയ വിലയാണ്. അതുകൊണ്ട് തന്നെ ലാൻഡിൻ്റെ പ്രൈസ് ഓൾറെഡി വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെ 10% വീടുകൾ ഇപ്പോൾ വേക്കൻ്റാണ്, ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ ഒരു പ്രൊഫഷണൽ അഡ്വൈസ് എന്നുള്ള നിലക്ക് ഞാൻ എല്ലാവരോടും പറയൽ പതിവ്, ഒരു 40 yearsന് താഴെയാണ് നിങ്ങളുടെ ഏജെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വീട് റെൻറ്റിന് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ലാഭം. ആ 20 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എവിടെയാണോ സെറ്റിലാവാൻ തീരുമാനിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലൊരു മെച്യൂരിറ്റിയും പക്വതയൊക്കെ എത്തിയതിന് ശേഷം അന്ന് നമ്മൾ തീരുമാനിക്കുന്നു എവിടെ താമസിക്കണം, ഏത് തരത്തിലുള്ള വീട് വാങ്ങണം എന്ന്. ഈ സേവ് ചെയ്ത പൈസയിൽ നിന്ന് നല്ലൊരു വീട് വാങ്ങിയിട്ട് വീണ്ടും നിങ്ങൾക്ക് വലിയൊരു തുക നമുക്ക് ബാക്കിയാകും. അതൊരു വേണമെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റിനോ അല്ലെങ്കിൽ വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്താൽ അതൊരു ഇൻകം ജനറേഷൻ്റെ മെത്തേഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. തന്നെയുമല്ല, കരിയറിൽ നമ്മളൊരു വലിയ അച്ചീവ്മെൻ്റ് ഒക്കെ നേടുന്നതിന് മുമ്പ് ഒരു വീട് വാങ്ങി സെറ്റിലാകുന്നത് പലപ്പോഴും നമ്മെ ഒരു ജിയോഗ്രാഫിക്കൽ ലോക്കിന് കാരണമാകും.
ഇപ്പം നമുക്ക് കാലിക്കറ്റിലേക്ക് മൂവ് ചെയ്താൽ കുറച്ചുകൂടി ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ സെറ്റിലായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളൊരു ഇമോഷണൽ ബാരിയർ ആയിരിക്കും. അയാൾക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാനൊരു മടി. എൻ്റെ വീട് ഇവിടെയാണ്, ഞാൻ ഇവിടെയാണല്ലോ, ഇനിയിപ്പോൾ അവിടെ പോയി വേറെ വീട് എടുക്കണം, ഈ വീട് വേറെ വാടകയ്ക്ക് കൊടുത്താൽ അത് നശിപ്പിച്ച് കളയില്ലേ, ഇങ്ങനെ ഒരുപാട് ഇമോഷണൽ ബാരിയേഴ്സ് അയാൾക്കുണ്ടാവും. അതുകൂടി ഒഴിവാക്കാൻ ലൈഫിൽ അത്യാവശ്യം സക്സസ് ആയി ഒരു പൊസിഷനിൽ എത്തിയതിന് ശേഷം ഒരു വീട് വാങ്ങുന്നത് തന്നെയാണ് അവരുടെ പ്രൊഫഷണൽ ലൈഫിനും നല്ലത് എന്ന് പലരോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ജീവിതത്തിൽ ഒരിക്കലും ഒരു വീട് വേണ്ട, എല്ലാ കാലവും വാടകയ്ക്ക് താമസിച്ചാൽ മതി എന്നല്ല. പക്ഷേ ധൃതിയിലൊരു വീട് വാങ്ങേണ്ട ആവശ്യമില്ല, വീട് കുറച്ച് കഴിഞ്ഞ് വാങ്ങിയാൽ മതി എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കിടയിൽ 2 തരത്തിലുള്ള സമീപനവും ഉണ്ട്. വീടൊരു ഇൻവെസ്റ്റ്മെൻറ്റേ അല്ല, അതുകൊണ്ട് വീട് വാങ്ങുകയേ വേണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ വീടൊരു ഫ്രീഡമാണ്, അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒരു സന്തോഷത്തിൻ്റെ നിദാനമാണ്, അതുകൊണ്ട് തന്നെ വീട് വേണമെന്ന് പറയുന്നവരുണ്ട്. ഞാൻ പേഴ്സണലി പറയുന്നത്, നമ്മൾ കരിയറിൽ അത്യാവശ്യം സെറ്റിലായതിനു ശേഷം നമുക്കൊരു സ്ഥലത്ത് ഒരുപാട് ആർഭാടമില്ലാതെ വളരെ മിനിമലായ രീതിയിൽ ഒരു വീട് പണിയുക. ആ വീട്ടിൽ പുതിയ രീതിയിലുള്ള ആൾട്ടർനേറ്റീവ് കൺസ്ട്രക്ഷൻ മെത്തേഡുകൾ അതിനുവേണ്ടി പരീക്ഷിക്കാം. ഒരുപാട് പണം വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പരിമിതമായ പണം കൊണ്ട് വളരെ സന്തോഷമുള്ള മിനിമലിസ്റ്റിക് ആയ ഒരു വീട് പണിയുക. ബാക്കി തുക ഭാവിയിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സ്വത്ത് ബിൽഡ് ചെയ്യുക. ഓൾവേസ് മേക്ക് എ ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ ആണ് ഏതൊരു കുടുംബത്തിൻ്റെയും ഏതൊരു ബിസിനസ്സിൻ്റെയും നിലനിൽപ്പിന് ആധാരം എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. എല്ലാ കാലവും മറ്റൊരാൾക്ക് കീഴിൽ ഇങ്ങനെ ജോലി ചെയ്ത് ജീവിച്ചാൽ പോരല്ലോ, നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. അതിനെല്ലാം വലിയ കോർപ്പസ് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മൾ അധ്വാനിക്കാത്ത സമയത്ത് റിട്ടയർമെൻറ്റ് കാലയളവിലേക്കായി എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യണം, സമ്പാദിക്കണം. ഇതിനെല്ലാം നമുക്ക് പണം ആവശ്യമാണ്. അത്തരത്തിൽ ഒരു സേവിങ്സിന് കൂടി നമ്മൾ വലിയ പ്രാധാന്യം നൽകണം. പേഴ്സണലി ഞാനും വീട് വേണം എന്ന് തന്നെ അഭിപ്രായപ്പെടുന്ന ആളാണ്. കാരണം 70 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് മന്ത്ലി റെൻറ്റ് കൊടുക്കാനുള്ള മാർഗം ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പം നമ്മളെപ്പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എങ്ങനെയൊക്കെ ആണെങ്കിലും മാർക്കറ്റ് അത്യാവശ്യം പക്വതയോടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊക്കെ പോയാലും അയാൾക്ക് നല്ലൊരു റിട്ടേൺ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ബ്ലൈൻഡായിട്ടല്ലല്ലോ ട്രേഡ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതും. നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ തെറ്റിയാൽ പോലും നമുക്ക് എക്സിറ്റ് ആവാൻ ഒരു എക്സിറ്റ് പ്ലാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഴുവൻ ക്യാഷ് കൂടി വാനിഷായി പോകുന്ന പക്വതയില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നല്ലൊരു റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ വീട് വാങ്ങുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കൊരു പക്ഷേ ഈ 50 ലക്ഷം കൊണ്ടോ 70 ലക്ഷം കൊണ്ടോ വലിയ വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റിയേക്കും. പക്ഷെ നമുക്ക് പ്രിയപ്പെട്ട നമ്മെ കാത്തിരിക്കുന്ന നമ്മെ ആശ്രയിക്കുന്ന ഒരു കുടുംബം നമുക്കുണ്ട്. അവരുടെ സന്തോഷവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ ഈ പറഞ്ഞ ഒരു സാമ്പത്തികമായ ഉന്നമനം കൈവരിക്കാൻ കഴിഞ്ഞത്, അപ്പോൾ തീർച്ചയായും നമ്മളൊരു വീട് വാങ്ങണം. അത് അവർക്ക് ഏറ്റവും സന്തോഷകരമായി അവരുടെ ഇഷ്ടത്തിന് പെരുമാറാൻ പറ്റുന്ന ഒരു വീട് അവർക്ക് വാങ്ങിക്കൊടുക്കുക എന്നത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പേഴ്സണലി അത് ചെയ്തിട്ടുമുണ്ട്. പിന്നെ ആളുകൾക്ക് വലിയ ആശങ്കയുള്ള ഒരുതരം നെഗറ്റീവ് ചിന്താഗതിയാണ്, എന്നാലും അതൊരു റിയാലിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ ഈ പൈസ ഒക്കെ ഉപയോഗിച്ച് വെൽത്തൊക്കെ ബിൽഡ് ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊരു അസുഖം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകുന്നത്. ഇതൊരു വലിയ കൺസേൺ അല്ലേ സാറേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്ന് വെച്ചാൽ അവിടെയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വീട് വെക്കുക എന്നത് മാത്രമല്ല ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. നമ്മൾക്ക് കൃത്യമായൊരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ സേവ് ചെയ്യുന്ന തുക അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഞാൻ എപ്പോഴും ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷുറൻസ് ഇല്ലാതെ നമ്മൾ എത്ര സേവ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ഇത് മനുഷ്യ ജീവിതമാണ്. മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴെങ്കിലുമൊക്കെ ആർക്കെങ്കിലും, ഒന്നുകിൽ നമുക്കാവാം അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്കാവാം, എന്തെങ്കിലും ഒരു അസുഖം വന്നേക്കാം. ആ അസുഖം വരുമ്പോൾ തീർച്ചയായും നമുക്ക് ഇമോഷനാണ് വലുത്, നമുക്ക് ബന്ധങ്ങളാണ് വലുത്. നമ്മൾ അതിനു വേണ്ടി പണം എടുത്ത് ചിലവാക്കും. ഇതുവരെ നമ്മൾ കാത്തു സൂക്ഷിച്ച് വെച്ച മുഴുവൻ തുകയും ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചിലവായി തീർന്നു. ഇപ്പം നിങ്ങളുടെ ആശങ്ക ശരിയാണ്. കാരണം നമ്മൾ സേവ് ചെയ്ത് വെച്ച പൈസ പോവില്ലേ എന്നാണ്. ഇതിനിപ്പോൾ വീടുള്ള ആളാണെങ്കിലും ശരി, ഒരു മാരകമായ രോഗം അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട് വിൽക്കേണ്ടി വരില്ലേ? അപ്പോൾ അതുകൊണ്ട് കൃത്യമായി നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം എന്നത് വളരെ നിർബന്ധമാണ്. സമ്പത്തിനെക്കുറിച്ചും സമ്പത്ത് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്ന ഒരു പ്രബുദ്ധനായ വ്യക്തി എന്ന നിലക്ക് നമ്മൾ തീർച്ചയായിട്ടും
ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം നമ്മൾ എടുത്തിരിക്കണം എന്ന് അടിസ്ഥാനപരമായി നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഭാഗം നമ്മളുടെ ലൈഫിൻ്റെ സുരക്ഷിതത്വമാണ്. ഈ മാർക്കറ്റിൽ കാണുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻറ്റ് വന്ന് പറയുന്ന എല്ലാ ഇൻഷുറൻസും എല്ലാ പ്ലാനുകളുടെയും പിന്നാലെ പോകാതെ കൃത്യമായി ഒരു ടേം ഇൻഷുറൻസും നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം കൃത്യമായി ഒരു പ്രൊഫഷണലിൻ്റെ സഹായത്തോടെ നമ്മളത് ചെയ്യേണ്ടതുമാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ എല്ലാ വർക്ക്ഷോപ്പുകളിലും എല്ലാവരോടും വളരെ കർശനമായി തന്നെ ഈ വിഷയങ്ങൾ നമ്മൾ പറയാറുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സർവീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻഷുറൻസുകൾ ഏതാണ്, നിങ്ങൾക്ക് വേണ്ട ഇൻഷുറൻസ് കവറേജ് എത്രയാണ്, നിങ്ങൾക്ക് വേണ്ട ടേം ഇൻഷുറൻസ് കവറേജ് എത്രയാണ് തുടങ്ങിയ എല്ലാ പ്രൊഫഷണൽ ഹെൽപ്പുകളും തീർച്ചയായും നമ്മൾ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ വീട് ഒരു സ്വാതന്ത്ര്യമാണ്. വീട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഇമോഷനാണ്, അവരുടെ സന്തോഷത്തിൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് വീട് വേണം. പക്ഷേ അത് എപ്പോൾ വേണം എന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വീട് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീട് പണിയാനിരിക്കുന്ന, വീട് വാങ്ങണോ എന്ന് ആശങ്കയോടെ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കൂ. ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.